എമ്പുരാൻ വിവാദങ്ങളിൽ ഖേദപ്രകടനം നടത്തി മോഹൻലാൽ. സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ വലിയ മനോവിഷമമുണ്ടാക്കി. അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ആണ് ചേരുന്നത്. ആന്റണി, മോഹൻലാൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു പ്രസക്ത ഭാഗം പറയുകയാണെങ്കിൽ, കലാകാരൻ എന്നുള്ള നിലയിൽ തൻ്റെ സിനിമകൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സമീപനം സ്വീകരിച്ചാൽ അത് കൃത്യമായി മാറ്റിവെക്കേണ്ടത്, അല്ലെങ്കിൽ അതിന് കൃത്യമായൊരു നടപടി സ്വീകരിക്കേണ്ടത് എൻ്റെ കൂടെ കടമയാണെന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. എന്താണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്? തീർച്ചയായും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അതായത് എമ്പുരാൻ സിനിമ റിലീസായ ആ ദിവസങ്ങൾ മുതൽ തന്നെ സിനിമയിലെ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഈ ഗോദ്ര സംഭവവുമായി ആ ട്രെയിൻ തീവെപ്പുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഭാഗങ്ങൾ, അതിനെതിരെ വലിയ പ്രതിഷേധമാണ് BJP RSS കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നത്. നമുക്കറിയാം, RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ അടക്കം വലിയ വിമർശനവുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. ഒരു സിനിമ എന്നതിനപ്പുറത്തേക്ക് അതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി കേരളത്തിൽ മാറുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി. അതിന് പിന്നാലെ ഇന്നലെ ഈ സിനിമയുടെ ഭാഗങ്ങൾ, ഈ വിവാദമായ ഭാഗങ്ങൾ അടക്കം മാറ്റി റിലീസ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്കൊക്കെ അണിയറ പ്രവർത്തകർ എത്തിയിരുന്നു. അപ്പോഴും ഈ വിവാദങ്ങളോട് ഒരു ഘട്ടത്തിലും പ്രതികരിച്ചിരുന്നില്ല സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ. മോഹൻലാലോ സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജോ അല്ലെങ്കിൽ സിനിമയുടെ നിർമ്മാതാക്കളോ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും നടത്തിയില്ല, നേരിട്ടൊരു പ്രതികരണം നടത്തിയിരുന്നില്ല. അവർ മറിച്ച് ഈ സിനിമയിൽ വിവാദമായ ഈ ഭാഗങ്ങൾ, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, അതുപോലെ തന്നെ ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒഴിവാക്കിയത്. വില്ലൻ കഥാപാത്രത്തിന്റെ പേരടക്കം മാറ്റുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ പോലും ഒരു പ്രതികരണം, ആര് പ്രതികരിക്കും, എന്തുകൊണ്ട്, ഇതിന് എന്തായിരിക്കും സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ഇതിനോട് പറയാനുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇന്നലെയൊക്കെ മോഹൻലാലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് ഈ വിവാദത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായ വ്യക്തതയില്ല, സിനിമ മോഹൻലാൽ പൂർണ്ണമായും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ മോഹൻലാലിന്റെ തന്നെ, സിനിമയിലെ നായകനായ മോഹൻലാൽ തന്നെ ഔദ്യോഗികമായി പ്രതികരിക്കുകയാണ്. അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഈ സിനിമയിലെ രാഷ്ട്രീയ സാമൂഹികമായ പ്രമേയങ്ങൾ, അത് കുറെ പേർക്ക്, തന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് ഒരു മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാണ് മോഹൻലാൽ ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഏതായാലും ഈ വിമർശനങ്ങൾക്ക് പിന്നാലെ, പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് തങ്ങൾക്ക് സംഭവിച്ചത് ഒരു തെറ്റ് ആണ്. ഈ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ ചില സാമൂഹിക പ്രമേയങ്ങളെ ഒക്കെ അത് മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്ന തരത്തിൽ വന്നു. അത് തെറ്റായിപ്പോയി. അത് ഒരു കലാകാരൻ എന്ന നിലയിൽ അതിന് ശ്രദ്ധിക്കാതെ പോയത്, അല്ലെങ്കിൽ അത്തരം ഒരു വിദ്വേഷ പരാമർശങ്ങളൊക്കെ ഉറപ്പുവരുത്തേണ്ടത്, അത് ഉണ്ടാകാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. പക്ഷെ അതിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് മോഹൻലാൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവെക്കുന്നത്. ഏതായാലും സിനിമയുടെ ഭാഗത്ത് നിന്ന് ആദ്യമായാണ് ഒരു ഔദ്യോഗിക പ്രതികരണം വരുന്നത്. ഏതായാലും ഈ വിവാദങ്ങളിൽ, വിമർശനങ്ങളിലൊക്കെ ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ച് മോഹൻലാൽ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയമായ കാര്യം. നേരത്തെ ഈ സിനിമയ്ക്ക് പിന്തുണയുമായി, സിനിമയെ എതിർക്കുന്നതിനൊപ്പം തന്നെ പിന്തുണയുമായി മുഖ്യമന്ത്രി അടക്കമുള്ളവർ, കോൺഗ്രസ് നേതാക്കൾ അടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഫാസിസമാണ് ഈ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങളുമായി മുഖ്യമന്ത്രി അടക്കമുള്ളവർ വരികയും ആ സിനിമയടക്കം നേരിൽ പോയി കാണുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ സിനിമയിലെ ഈ തെറ്റായ കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഈ പ്രമേയങ്ങൾ, വിഷയങ്ങളൊക്കെ കടന്നു വന്നതിൽ ഖേദം പ്രകടിപ്പിച്ച് സിനിമയിലെ നായകനായ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ മുഖവാരിക, RSS മുഖവാരികയായ ഓർഗനൈസറിലടക്കം ഇത്തരത്തിലൊരു വിമർശനങ്ങളും അതോടൊപ്പം തന്നെ
RSS അനുകൂലികളുടെയൊക്കെ പ്രതിഷേധങ്ങളുമൊക്കെ ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എമ്പുരാൻ്റെ മുഖമായ മോഹൻലാൽ തന്നെ ഇത്തരത്തിൽ പ്രതികരിച്ചത്. പക്ഷേ ഇതിലും നന്നായി പ്രതികരിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് കൃത്യമായൊരു പ്രതികരണം നൽകാൻ സാധിക്കുന്നത് അതിൻ്റെ സംവിധായകനും എഴുത്തുകാരനും കൂടിയല്ലേ? അവരിതുവരെയും ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു ഉയർന്ന പ്രതിഷേധങ്ങൾക്ക് മറുപടിയായി അവരൊന്നും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും കൂടിയുണ്ട്. ഇതിൽ പ്രധാനമായും കാണേണ്ടത് മോഹൻലാൽ എന്ന നടനാണ്. നമുക്കറിയാം ഇന്നലെയൊക്കെ ഈ വിമർശനങ്ങളുടെ ശരങ്ങളെല്ലാം ഉയർന്നത്, അല്ലെങ്കിൽ ഇത്തരം സിനിമകളിലൊക്കെ മോഹൻലാൽ അഭിനയിച്ചത്, അല്ലെങ്കിൽ ഇത്തരം ഭാഗങ്ങളടക്കം അല്ലെങ്കിൽ കാണിക്കുന്ന, അല്ലെങ്കിൽ ഈ RSSനെ അതുപോലെ തന്നെ BJP ഈ ഗോദ്ര സംഭവത്തെയൊക്കെ വളച്ചൊടിച്ച് കാണിക്കുന്ന, ചരിത്രപരമായ കാര്യങ്ങളെ വളച്ചൊടിച്ച് കാണിക്കുന്നതിൽ ഒരു സിനിമയിൽ മോഹൻലാലിനെ പോലെയുള്ള ഒരു നടൻ അഭിനയിച്ചു. അതിൽ മോഹൻലാൽ ഒന്നും ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടും അതെങ്ങനെ പുറത്തു വന്നു എന്നതടക്കം മോഹൻലാലിനെതിരെയാണ് ഇന്നലെയൊക്കെ ഈ RSS BJP നേതാക്കളിൽ നിന്നുള്ളൊരു വിമർശനം പ്രധാനമായും ഉണ്ടായത്. ഒരു വേള മോഹൻലാലിന്റെ ഈ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചു എടുക്കണം എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ ആക്രമണം മോഹൻലാലിലേക്ക് മാത്രമാകുന്ന ഒരു സാഹചര്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. മോഹൻലാലായിരുന്നു ഇത്തരം ഒരു സിനിമയിൽ മോഹൻലാൽ എന്തുകൊണ്ട് അഭിനയിച്ചു എന്നുള്ളതാണ്. മോഹൻലാൽ നമുക്കറിയാം, പൊതുവെ മോഹൻലാലിനെ ചിലരെങ്കിലും കാണുന്നത് അദ്ദേഹത്തിന് ഈ BJPയോട് ഒരു ചായ്വുണ്ട് എന്നുള്ള തരത്തിൽ ആ പാർട്ടിയിലുള്ളവർ അദ്ദേഹത്തെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ ലഫ്റ്റനന്റ് കേണൽ പദവി അടക്കം നൽകുന്നത് കാര്യത്തിലടക്കം. അപ്പോൾ മോഹൻലാലിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചു, അത്തരം കാര്യങ്ങൾ ഉൾപ്പെട്ട് വന്നപ്പോൾ അത് ഒഴിവാക്കാൻ എന്തുകൊണ്ട് മോഹൻലാൽ ഇടപെട്ടില്ല, ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് മോഹൻലാൽ അനുകൂലിച്ചു എന്നുള്ള തരത്തിൽ മോഹൻലാലിനെതിരെയാണ് ആക്രമണങ്ങൾ കൂടുതലായി വന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തന്നെ പ്രതികരണവുമായി രംഗത്ത് വന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ വിമർശനവുമായി വരുന്ന സംഘടനകളുമായൊക്കെ അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ അദ്ദേഹം ആ ഒരു വിമർശനങ്ങൾ കൂടി വന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ സിനിമയ്ക്കെതിരെ അതൊരു പൊളിറ്റിക്കൽ വിഷയമായി മാറുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മോഹൻലാൽ ആ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. മറ്റാരേക്കാളും സംവിധായകനേക്കാളും ഈ ആളുകൾ പ്രതീക്ഷിക്കുന്നത് മോഹൻലാൽ ഇക്കാര്യത്തിൽ എന്ത് പറയും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് മോഹൻലാലിന്റെ പ്രതികരണം വന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി സ്വാഭാവികമായും മോഹൻലാൽ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞ സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ സംവിധായകനായ പൃഥ്വിരാജും അതുപോലെ തന്നെ മുരളി ഗോപിയും അടക്കം രംഗത്ത് വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മോഹൻലാലിന്റെ ഒരു പ്രതികരണം, സിനിമയുടെ ഭാഗത്ത് നിന്ന് തങ്ങൾക്ക് അത്തരത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, അത് വിഷമമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ളൊരു ഖേദപ്രകടനം ഇപ്പോൾ മോഹൻലാലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഇനി സംവിധായകൻ എന്താണ് ഈ വിവാദങ്ങളിൽ പറയാനുള്ളത് എന്നറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ എഴുത്തുകാരൻ എന്താണ് ഇതിൽ പറയാനുള്ളത് എന്നറിയേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.